പറയൂ. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നൊരു കാര്യം ചെയ്യാൻ പോണേ. നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഡെസൈഡോട് പോകണം. അവന്മാർക്ക് കാറിലല്ല, ഒരുത്തൻ കാറിൽ BMW, ബാക്കിയെല്ലാണോ ബൈക്കിലാണ്. ഗൈസ് ഞാൻ നിങ്ങൾക്ക് ടാസ്ക് തരാം. ഇത് പിന്നെ ഏത് വണ്ടിയാണെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുന്നവർക്ക് എൻ്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട് ഗൈസ്. അത് കമൻറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം ഗൈസ്. വീഡിയോ ഏറ്റവും അവസാനം ഞാൻ കാണിച്ചു തരാം. നേരെ പിന്നെ ഗൈസ് ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരാം ഗൈസ്. അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരുന്നതായിരിക്കും ഗൈസ്. നമ്മുടെ മാറയുമില്ല, രണ്ടെണ്ണം ഒരുമിച്ച് ഇൻഡിക്കേറ്റർ ഗൈസ്. ഒരുത്തനും മാറില്ല, ഒരുത്തനും കൂടെ സ്പീഡിൽ പോകില്ല ഗൈസ്. പിന്നെ ഗൈസ് വീഡിയോ ഇതുവരെയും ലൈക്ക് ചെയ്യണമെങ്കിൽ ലൈക്കും കൂടെ ചെയ്യുക, സബ്ബാണെങ്കിൽ സബും കൂടെ ചെയ്യുക ഗൈസ്. ഗൈസ് നമ്മളൊരു ഓഫ് റോഡും കൂടെ പോകുന്നതായിരിക്കും. ഈ നമ്മുടെ വേറൊരു വണ്ടി വെച്ച് വേറൊരു സ്പോട്ടിൽ ഓഫ് റോഡ് പോകുന്നതായിരിക്കും ഗൈസ്. ആ വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഗൈസ് ഞാൻ നിങ്ങൾക്ക് ടാസ്ക്, നിങ്ങളൊരു കാര്യം കമൻറ്റ് ചെയ്യുക ഗൈസ്. ഈ വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടുമെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഞാൻ ഇപ്പോൾ ഓട്ടിക്കുന്നതിന് ഒരു 6 മൈലേജൊക്കെ കിട്ടും. മൈലേജ് 6 എന്നാണ് തോന്നുന്നത് ഗൈസ്. നിങ്ങളിൽ ഏത് വണ്ടിയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇവന്മാർ മാറയുമില്ല ഗൈസ്. അവിടെ വെച്ച് എന്തോ പറ്റി വണ്ടി ഗൈസ്. വണ്ടി പോകണില്ല, കണ്ട ഗൈസ്. വണ്ടി പോകണില്ല, നല്ലപോലെ പോകണില്ല, സ്പീഡ് കയറില്ല. നല്ലപോലെ ആക്സിലേറ്റർ കൊടുക്കരുത്. നിങ്ങൾ വലത്തെ സൈഡിൽ എൻ്റെ ബൈക്കിൻ്റെ ഹാൻഡിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നല്ലപോലെ ആക്സിലേറ്റർ കൊടുക്കുകയാണ് ഗൈസ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നല്ലപോലെ കൊടുത്തിട്ട് ഓ ഗൈസ് പെട്ടെന്ന് കയറി ഗൈസ് സ്പീഡ്. ഓറേ ബൈ. ഇപ്പോൾ ഗൈസ് നിങ്ങൾ അടുത്ത ഏത് വണ്ടിയാണ് കൊണ്ടുപോകേണ്ടതെന്ന് കൂടെ കമൻറ്റ് ചെയ്യുക. നമ്മളെ എല്ലാ വണ്ടികളും ഉണ്ട് ഗൈസ്. നമ്മളെ ഉള്ള വണ്ടികളുടെ ലിസ്റ്റ് പറയുന്നത്. ഈ വണ്ടിയുണ്ട്, RX 100 ഉണ്ട്, പിന്നെ ഡർട്ട് ബൈക്കുണ്ട് ഗൈസ്. നമ്മളെ നിഞ്ച ZX ഉണ്ട്, ഡ്യൂക്ക് ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷേ ഏതൊക്കെ ഉണ്ടെന്ന് പറയുക ഗൈസ്. ഡ്യൂക്കും നിഞ്ച ZX ഉണ്ട്. ഇത് പക്ഷേ ഇവിടെ അല്ല ഗൈസ്, എൻ്റെ നാട്ടിലാണ് ഈ ഡ്യൂക്കും ഇതും. അത് നമ്മൾ അവിടെ പോയിട്ട് എടുക്കുന്നതായിരിക്കും, എന്നിട്ട് വീഡിയോ ഇടും ഗൈസ്. ഇയാൾ ഗൈസ് ഒറ്റ വേണം ഫ്രണ്ട് വെക്കാം ഗൈസ്. ഈ വേണ്ട, ഫ്രണ്ട് നോക്കി വീണ സീനാവും ഗൈസ്. ഒന്നാമത് നമ്മളെ ബാക്കിൽ ആരും ഇല്ല. ഇതിലുണ്ടായിരുന്നെങ്കിൽ ഒന്ന് ഫ്രണ്ട് വെക്കാരും, ഇല്ല എടുത്തോണ്ടെങ്കിലും പോയേനെ ഗൈസ്. ഒന്നത് ഹൈവേയും കൂടെയാണ് ഗൈസ്. നമുക്ക് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് ഒന്ന് നോക്കി നോക്കാം. ഒഴിഞ്ഞ റോഡ് ഇട്ടിട്ട് ഗൈസ് ഇനി നോക്കാം. ട്രെയിനൊക്കെ പോകുന്നുണ്ട്. അയ്യോ സൈഡിൽ കയറി ഇടിച്ചിട്ടുണ്ട് ഗൈസ്. ടണൽ വന്നു ഗൈസ്. നമുക്ക് ഇനി ടണൽ കഴിഞ്ഞിട്ട് സ്പീഡ് നോക്കാം. പിന്നെ ഗൈസ് ഞാൻ ലൈവൊക്കെ പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഒരു ഗൈസ് ഇപ്പോൾ നമ്മളതിൽ 600 എത്രയോ ലൈക്സ് ആയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ 1K ആക്കുവാണെങ്കിൽ നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഗൈസ്. ജിസിൻ്റെ ടോപ്പ് സ്പീഡ് നോക്കുകയാണ് ഗൈസ്. 178 ഗൈസ്. 178 ഇതിൻ്റെ ടോപ്പ് സ്പീഡ് ഗൈസ്. നല്ല സ്പീഡിൽ പോവുകയാണ് ഗൈസ്. ആദ്യമായിട്ടാണ് ഇത്രയും സ്പീഡിൽ ഞാൻ പോകുന്നത് ഗൈസ്. ഇവിടെ അതൊന്നും കുഴപ്പമൊന്നുമില്ല, ഇത്രയും സ്പീഡിൽ പോയാലൊന്നും ഇവിടെ ഒന്നും പറയൂല. കാരണം ഇവിടുത്തെ മീഡിയെല്ലാം പൊട്ടന്മാരാണ്, മാർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല
ഗൈസ് എൻ്റെ ഫേവറേറ്റ് വണ്ടി എന്ന് പറഞ്ഞാൽ ഡ്യൂക്ക് 390. അയ്യോ ഗൈസ് ഇനി പൈസ കൊടുക്കേണ്ടി വരും. ഓ വണ്ടി അതിനിടയ്ക്ക് പണിയൊന്ന് ഈ സൈഡിലോട്ട് ഒതുക്കാൻ നോക്കുമ്പോൾ ഒരേ അണി കയറി എന്നിട്ട് പയ്യെ ഇങ്ങോട്ട് എത്തിയിട്ട് പോണമില്ല. ഭാഗ്യം ഇത്തവണ പെട്ടെന്ന് പോയി ഗൈസ്. ഇപ്പം അയാൾ ഇറങ്ങി വന്നതിന് ഒന്നാമത് BMW കൂടെ നല്ല ക്യാഷാവും റിപ്പയർ ചെയ്യണമെങ്കിൽ. നല്ല സ്പീഡിൽ പോവാം. പണിപാളും ഗൈസ്, പണിപാളി. അയാൾ നമ്മളെ ചേസ് ചെയ്യുന്നുണ്ട് ഗൈസ്. എനിക്ക് മിററിൽ കൂടെ നോക്കിയാൽ കാണാൻ ഗൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ലെഫ്റ്റ് മിററിൽ കൂടെ നോക്കിയാൽ കാണാൻ പറ്റും ചിലപ്പോൾ. ഗൈസ് എത്രയും ഇവിടെ സ്ലോയേ ആക്കണ്ട, വീഴാതെയും കൂടെ നോക്കണം. നല്ല സ്പീഡിൽ പോവാം, ടോപ്പ് സ്പീഡിൽ പോവാം ഗൈസ്. ഇതെന്താണ് പ്രശ്നം എനിക്കറിയത്തില്ല, ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോകുന്നുണ്ട്. എന്താണ് പ്രശ്നം എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. നമുക്ക് ഹോണൊക്കെ അടിച്ച് നല്ല സ്പീഡിൽ പോവാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ.